നിതിൻ രാജിനെതിരെ ഉയർത്തിയ ലോൺ ആപ്പ് വിവാദം സത്യങ്ങൾ മറച്ചുവെക്കാനുള്ള ശ്രമത്തിലാണെന്ന കുടുംബം. അമ്മയുടെ ചികിത്സാ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ലോൺ എടുത്തതെന്നും അതല്ല മരണകാരണമെന്നും ബന്ധുക്കൾ ആവർത്തിക്കുന്നു. അധ്യാപകർക്കെതിരായ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട ബന്ധുക്കൾ DGPയെ കണ്ടു. കണ്ണീർ നനഞ്ഞ വീടിനുള്ളിൽ നീതി തേടി കാത്തിരിക്കുകയാണ് നിതിന്റെ കുടുംബം. അമ്മയുടെ ചികിത്സയ്ക്കായി കുടുംബത്തിന്റെ അറിവോടെയാണ് നിതിൻ ലോൺ ആപ്പിൽ നിന്ന് പണം കടമെടുത്തത്. ഇതിന് പിന്നാലെ നേരിട്ട ഭീഷണിയുടെ പേരിലാണ് നിതിന്റെ ആത്മഹത്യയെന്ന വാദത്തെ പൂർണ്ണമായും തള്ളുകയാണ് കുടുംബം. നിതിൻ നേരിട്ട ജാതി അധിക്ഷേപം മറച്ചുവെക്കാനുള്ള നീക്കമായി ഇതിനെ കുടുംബം സംശയിക്കുന്നു. ഒരു 15,000 രൂപ ഒരു ലോൺ ആപ്പിന്റെ പേരിൽ ഒരു വിദ്യാർത്ഥിയെ ചൂഷണം ചെയ്ത് കൊലപ്പെടുത്തി അവര് അങ്ങനെ കരുതും. സർക്കാർ മെറിറ്റിലല്ലേ കയറിയത്. അവനെ തട്ടിക്കഴിഞ്ഞാൽ വേറെ ഒരു വിദ്യാർത്ഥി അവിടെ കയറ്റി അവർക്കത് ബാക്കി പൈസ ഈടാക്കാമല്ലോ. കാരണം ട്രസ്റ്റാണ് അവിടെ നയിക്കുന്നത്. ഭീഷണിക്കോളുകൾ വന്നതായി പറയുന്ന അധ്യാപിക ഒരിക്കൽ പോലും അത് കുടുംബത്തെ അറിയിച്ചിട്ടില്ല. പിതാവെന്നുള്ള നിലയിൽ എന്നെ വിളിച്ചിട്ടില്ല, എന്റെ പെമ്മക്കളെ വിളിച്ചിട്ടില്ല, അവരെ ഭർത്താക്കന്മാരെ ആരെയും വിളിച്ചിട്ടില്ല. വിളിച്ചാലേ ഞങ്ങൾക്ക് അറിയാവൂ. 15,000 രൂപ അല്ലെങ്കിൽ ഞങ്ങൾ എവിടെ പറഞ്ഞായിരുന്നാലും കൊണ്ട് അടയ്ക്കുമല്ലോ. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല, ജബി മേത്തർ MP തുടങ്ങിയ നേതാക്കൾ ഇന്ന് നിതിന്റെ വീട്ടിലെത്തി കുടുംബത്തെ ആശ്വസിപ്പിച്ചു. കോളേജ് അധികൃതരിൽ ഒരാൾ പോലും ഇതുവരെ നിതിന്റെ വീട്ടിലെത്താത്തത് ദുരൂഹമാണെന്ന് രമേശ് ചെന്നിത്തല. ഇതിന്റെ മൃതദേഹം കൊണ്ടുവന്നിട്ട് ആ കോളേജിൽ നിന്ന് ആരും വന്നില്ല. ഉത്തരവാദിത്തപ്പെട്ട ആരും ഇതിനെ അക്കമ്പനി ചെയ്തില്ല. വിദ്യാർത്ഥികളെ വിട്ടില്ല, അധ്യാപകരെ വിട്ടില്ല, മാനേജ്മെന്റ് ഭാഗത്തുനിന്ന് ആരും വന്നില്ല. അങ്ങനെ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിന് ഒരു വിദ്യാർത്ഥിയുടെ മരണമുണ്ടായിട്ട് ഒന്നും പറയാനില്ല എന്ന് പറയുന്നത് എത്ര ക്രൂരമാണ്. സർക്കാർ കുടുംബത്തോടൊപ്പം തന്നെയാണെന്ന് മന്ത്രി V. ശിവൻകുട്ടി ഇന്നും ആവർത്തിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.